മോദി തിരക്കിന് ഒരു കുറവുമില്ല. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. 4 മണിക്കാണ് പനച്ചിക്കാട് ഈ വിദ്യാരംഭ ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങിയത്. 5 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തിരക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഒരു തരത്തിലുള്ള തിരക്കിന് ഒരു കുറവുമില്ല. ഇപ്പോഴും ഈ ക്ഷേത്രത്തിന് മുൻപിലുള്ള റോഡിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ദൂരം കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. വാഹനം ഇപ്പോഴും ബ്ലോക്കാണ്. അങ്ങനെ ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ കുട്ടികളൊക്കെ തന്നെ ഗുരുതുകളൊക്കെ തന്നെ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്നുള്ള നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ കണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് കാസർഗോഡ് നിന്നും ഒക്കെയുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി ഇത്തരത്തിൽ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണെങ്കിലും പലരും എഴുതിയോ ഇല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ അത് മഹാവിഷ്ണു ആണെങ്കിൽ കൂടി ഒരു സരസ്വതി ക്ഷേത്രം എന്ന നിലയിലാണ് പനച്ചിക്കാട് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. രണ്ട് ഈ മണൽത്തട്ടിൽ ഈ ആർക്ക് വേണമെങ്കിലും പ്രായഭേദമന്യേ മുത്തച്ഛന്മാർക്കും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ അക്ഷരം എഴുതുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും വലിയ തിരക്കുണ്ട്. ഒപ്പം ഈ കുരുന്നുകളുടെ ഭാഗത്ത് ഈ ചിലരാണെങ്കിൽ വളരെ കൗതുകത്തോടെ എഴുതുന്നുണ്ട്, പലരാണെങ്കിൽ ആകെ മൊത്തം കരച്ചിലാണ്. ഈ കരച്ചിലിൻ്റെ ഇടയിലാണ് ആകെ 1-2 ആളുകളൊക്കെ തന്നെ വളരെ കൗതുകത്തോടെ എഴുതി വളരെ കൂളായിട്ട് പോകുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളത്. പക്ഷേ ഒരു 100 പേരെടുത്താൽ അതിലൊരു 90% ആളുകളും കുട്ടികളുമൊക്കെ തന്നെ കരച്ചിലാണ് പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറയുന്നത്. ഐറ്റം എന്ന് പറയുന്നത് കരച്ചിൽ തന്നെയാണ്. പക്ഷേ അവരും എഴുതുന്നുണ്ട്. ഓം ശ്രീ എവിടുന്നാ എഴുതിയോ? എഴുതാൻ പോകുന്നേ. പേരെന്താ? നാണാണോ? ജിതിൻ ബാബ. എന്തായാലും തിരക്ക് കുറയുന്നില്ല. ഒരു ക്ഷേത്ര പാരമ്പര്യം സംസാരിക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നത് ഇങ്ങനെ ഒരു തിരക്ക് ഒരു 11 മണി വരെ ഈ തരത്തിലുള്ള തിരക്ക് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് അവരൊക്കെ തന്നെ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ 20,000-ഓളം ഗുരുന്നുകൾ ഇത്തരത്തിൽ ഇവിടെ എത്തി ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു തിരക്ക് അവരിപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ആ തരത്തിലുള്ള തിരക്ക് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ വലിയ തിരക്ക് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? എഴുതിയോ? എഴുതി എന്താ മിണ്ടില്ല? ഇല്ല. തൽപരകക്ഷിയാണെന്ന് തോന്നുന്നു ഷിനോജെ. എല്ലാവരും അങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അതെ, തൽപരകക്ഷിയല്ല, അല്പം ഇതാണ്. തൽപരകക്ഷി ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആരോ എഴുതിയോ? എഴുതാൻ പോവാ. എന്താ എഴുതാൻ പോകുന്നത്? എഴുതാൻ പോകുന്നത് പേരെന്താ? നന്ദിത എന്ന് പറയും. നന്ദിത കേട്ടോ. എവിടുന്നാട്ടോ? ഞങ്ങള് കടനിക്കാട് മണിമല. മണിമലയിൽ നിന്നാണ്. എന്തായാലും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയും അപരിചിതമായ കുറേ മുഖങ്ങളും ഇതെല്ലാം കാണുന്നതിൽ പകച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. ഒരുപാട് പേര് 11 മണിവരെ അവിടെ ഇതൊക്കെ നീളുമെന്നാണ് അറിയുന്നത്. 4 മണി മുതൽ തുടങ്ങിയ നീണ്ട നിരയാണ്. ഈ നീണ്ട നിര കടന്ന് അവനവൻ്റെ അവസരം കഴിഞ്ഞ് സംതൃപ്തിയോടെ മടങ്ങാൻ കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഒരുപാട് പേര് ഒപ്പം വന്നിട്ടുമുണ്ടാകും. വലിയ ആഘോഷമായി വീട്ടിൽ വലിയ ചടങ്ങുകളായി നടത്തുന്നതാണ്. വിദ്യ അഭ്യസിക്കുന്നതിന് എന്തുമാത്രം പ്രാധാന്യം നമ്മളൊക്കെ നൽകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണിത്.